ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ലാലേട്ടൻ്റെ ഫോട്ടോ വെച്ചിട്ട് നമുക്കൊരു ബോട്ടിൽ ആർട്ട് ചെയ്താലോ? എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബോട്ടിലിൽ ടിഷ്യൂ പേപ്പർ, ഫെവിക്കോളും വെള്ളമൊക്കെ മിക്സ് ചെയ്ത് ടിഷ്യൂ പേപ്പർ നമ്മൾ ഒട്ടിച്ചെടുക്കുക. അങ്ങനെ ഒട്ടിച്ചെടുത്തതിന് ശേഷം ഗോൾഡൻ കളർ പെയിൻറ്റ് 2 കോട്ട് നേരത്തെ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുള്ളതാണ്, ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ലാലേട്ടൻ്റെ ഒരു ഫോട്ടോ വേണം. അതിനുവേണ്ടി ഈ മാഗസീൻ്റെ കവറിൽ നിന്ന് നമുക്ക് ഈ ബോട്ടിൽ ഒട്ടിക്കാൻ കണക്കായിട്ടുള്ള രീതിയിൽ ഫോട്ടോ കട്ട് ചെയ്തെടുക്കാം. ഒരു പരന്ന ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫെവിക്കോൾ വെച്ചിട്ട്, ഈ ഫോട്ടോ ഫെവിക്കോൾ വെച്ചിട്ട് ബോട്ടിൽ ഒട്ടിച്ചെടുക്കാം. കുറച്ച് നേരം അത് ഉണങ്ങാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് എം സിയിൽ ശില്പകാർ നമ്മൾ അത് 2 കോമ്പൗണ്ടും കൂടി മിക്സ് ചെയ്ത് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതിന് ചുറ്റും ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതെടുക്കുന്നത്. ഫോട്ടോയ്ക്ക് ചുറ്റും ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് 2 എം സിയിലെ 2 കോമ്പൗണ്ട്സും കുറേശ്ശെ എടുത്ത് നന്നായി മിക്സ് ചെയ്യണം. പൗഡർ ചേർത്തിട്ട് വേണം മിക്സ് ചെയ്യാൻ. ഇനി ഓരോ ഇങ്ങനെ നമ്മൾ ഉരുട്ടിയെടുത്ത ഓരോ ബോൾസും ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഫെവിക്കോൾ ആദ്യം ഫോട്ടോൻ്റെ അറ്റത്തും അതുപോലെ ബോട്ടിലും 2 സൈഡിലും വരുന്ന രീതിയിൽ പകുതിയായി വരുന്ന രീതിയിൽ ഫെവിക്കോൾ തേച്ച് കൊടുത്തതിന് ശേഷം ഒരു ബോളെടുത്തിട്ട് അവിടെ ഒട്ടിച്ച് അമർത്തി കൊടുക്കുക. അത് ഒട്ടിക്കോളും. അതുപോലെ ഫോട്ടോന് ചുറ്റുമായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പം ഒരു 5-6 എണ്ണം ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിനുശേഷം ഫുൾ ഒട്ടിച്ചത് നോക്കാം. ഇതിപ്പോൾ ഒരു 6 എണ്ണം 5 എണ്ണം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്കെച്ച് പെൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം നന്നായി അവിടെ അമർന്ന് ഒട്ടുകയും ചെയ്യും, അതുപോലെ ഒരു ഡിസൈനായി കിട്ടുകയും ചെയ്യും. അങ്ങനെ ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം ഈ സ്കെച്ച് പെന്നിൻ്റെ മോടിയുടെ നടുവിലൊരു ഡിസൈൻ ഉണ്ട്, അത് വെച്ചൊന്ന് അമർത്തി കൊടുക്കാം. അധികം അമർത്തിയാൽ പൂ പോലെ വരും. അത് അങ്ങനെയല്ലാണ്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ നടുക്കൊരു കുത്തും ഒരു ചെറിയ റൗണ്ടുമായിട്ടുള്ള ഡിസൈനായിട്ട് കിട്ടും. ഇങ്ങനെ ഫോട്ടോയുടെ ചുറ്റും നമുക്ക് ചെയ്തെടുക്കാം. ഇത് മുഴുവൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നമുക്ക് കുപ്പിയുടെ മുകൾ ഭാഗത്തായിട്ട്, ഓപ്പണിംഗ് ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു ചെറിയ ഡെക്കറേഷൻ കൂടി ഈ ബോട്ടിലിൽ ചെയ്യാൻ വേണ്ടിയുള്ള ഡെക്കറേഷൻ കൂടി ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഫംഗ്ഷൻസിനൊക്കെ ഉപയോഗിക്കുന്ന പ്ലേറ്റാണ്. അതിൽ നിന്നൊരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കണം. 2 ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കണം. കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 കൂടി ഒട്ടിച്ചിട്ടാണ് ഉപയോഗിക്കുക. പിന്നെ ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 2 കൂടി ചേർത്ത് ഫെവിക്കോൾ ചേർത്ത് ഒട്ടിച്ചെടുക്കുക. ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ റെഡ് കളർ പെയിൻറ്റ് ചെയ്യാം. നന്നായി പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഈ വെള്ള കളർ പുറത്ത് കാണാത്ത രീതിയിൽ 2 സൈഡിലും പിന്നെ ചേർത്തൊട്ടിച്ചതിൻ്റെ അരികിലുമൊക്കെ നന്നായി പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ബോട്ടിലിന് ചുറ്റും നമ്മൾ ചെയ്ത ഫ്രെയിം വർക്കും ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതിന് നമുക്ക് റെഡ് പെയിൻറ്റ് കൊടുക്കാം. സൂക്ഷിച്ച് ചെയ്യണം. ഫോട്ടോയിലാവാത്ത രീതിയിൽ വളരെ സൂക്ഷിച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ. ഓരോന്നോരോന്നായി ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് വലിയ ബ്രഷാണ് എടുക്കുന്നത്. ഇനി നമ്മൾ അരികിലൊക്കെ ഉൾഭാഗത്തൊക്കെ ആക്കാൻ വേണ്ടി ചെറിയ പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷ് എടുത്തിട്ട് നന്നായി വൃത്തിയായി ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതും ഉണങ്ങാൻ വെക്കാം. ആ സമയത്ത് അത് വീഡിയോ കട്ടായി പോയതാണ്. ഞാൻ ഈ നേരത്തെ ചെയ്തെടുത്ത നമ്മൾ ഹാർട്ട് ഷേപ്പിന് ഉൾഭാഗത്തൊരു പേപ്പർ, സാധാരണ വൈറ്റ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഹാർട്ട് ഷേപ്പ് തന്നെ ഒട്ടിച്ചെടുത്ത് പിന്നെ അതിന് ചുറ്റും പേൾസും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കട്ടായി പോയതാണ്, അത് ചെയ്യണം. ഇനി പേൾസ് വൈറ്റ് കളർ അല്ല ഗോൾഡൻ ബീഡ്സ് ഉണ്ടെങ്കിൽ അതും മതി. ഹാഫ് പേൾസാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ റെഡ് കളർ ഉണങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്കൊരു ആൻറ്റിക് എഫക്റ്റ് വരുത്താൻ വേണ്ടിയിട്ട് ഗോൾഡൻ പെയിൻറ്റ് നമ്മുടെ വിരലുകൊണ്ട് മെല്ലെ തൊട്ട് ഒന്ന് തേച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ പതുക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. നല്ല ഭംഗിയായി കിട്ടും. അതേപോലെ ഇത് വൈറ്റ് പേൾസ്, എൻ്റെ കയ്യിൽ വൈറ്റ് പേൾസേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് പേൾസ് ഉപയോഗിച്ചത്. ഗോൾഡൻ ബീഡ്സ് ആണെങ്കിൽ ഈ പെയിൻറ്റിങ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഗോൾഡൻ ബീഡ്സ് മാത്രം ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഈ വൈറ്റ് ആകുമ്പോൾ ഈ ഒരു കുപ്പിയുടെ മൊത്തം എഫക്റ്റിന് ഒരു ഭംഗി ഉണ്ടാവില്ല. അതിന് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് അതിന് ഞാൻ ഗോൾഡൻ കളർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നടുവിൽ മുഴുവനും ഗോൾഡൻ കളർ കൊടുത്തിട്ടുണ്ട്. ഇത് 2 ഉണങ്ങാൻ വയ്ക്കാം. നമ്മൾ നേരത്തെ ചെയ്ത ബോട്ടിലും ഇതൊക്കെ നന്നായി ഉണങ്ങിയതിന് ശേഷം വേണം 2 കൂടി ഒട്ടിച്ചു കൊടുക്കാൻ. 2 ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നടുവിൽ ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട എന്ന് എഴുതാം. സ്കെച്ച് പെന്നായിരുന്നു നല്ലത്. എൻ്റെ സ്കെച്ച് പെൻ ഇല്ലായിരുന്നു, അതുകൊണ്ട് മാർക്കറോട് എഴുതിയപ്പോൾ കുറച്ച് വണ്ണത്തിൽ വന്നു. കുഴപ്പമില്ല. സ്കെച്ച് പെൻ ഉള്ളവർ അതിനെക്കൊണ്ട് എഴുതിയാൽ മതി.
ലാലേട്ട എന്നുള്ളത് മലയാളത്തിൽ തന്നെ ഇരിക്കട്ടെ, നമ്മുടെ ലാലേട്ടനല്ലേ. ഇനി നമുക്കിത് ബോട്ടിലിൽ ഒട്ടിച്ചു കൊടുക്കാം. ബോട്ടിലിൻ്റെ ഒരു സൈഡിലായിട്ട് അങ്ങനെയാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കാൻ വിചാരിക്കുന്നത്. ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഔട്ട്ലൈൻ ഞാൻ വെച്ച് നോക്കിയിട്ട് ഒരു പെൻസിലും മെല്ലെ ഒന്ന് വരഞ്ഞ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഗ്ലൂ ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത്. കാരണം ഒരു ഒട്ടിപ്പോയി പിന്നെ കൊളായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ട് പെൻസിൽ കൊണ്ട് അങ്ങനെ വരച്ച് അതിൻ്റെ മുകളിൽ ഗ്ലൂ ഗണ്ണുകൊണ്ട് പശ തേച്ചതിന് ശേഷം ഒന്ന് നന്നായി അമർത്തി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ലാലേട്ടൻ്റെ പിറന്നാളാണ്. ഇനി ഒരുപാട് കാലം ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം ലാലേട്ടന് ഉണ്ടാവട്ടെ. ഇനിയും ഒരുപാട് ചിത്രങ്ങളിലൂടെ നമ്മളെ സന്തോഷിപ്പിക്കാനും ചിരിപ്പിക്കാനും കഴിയട്ടെ അദ്ദേഹത്തിന്. ഈ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിന് ദീർഘായുസ്സും ആരോഗ്യവും എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഒരുപാട് സന്തോഷത്തോടെയാണ് ഈ ബോട്ടിൽ ആർട്ട് ഞാൻ ചെയ്തത്. നമ്മൾ ചെറുതിലെ കണ്ട് മനസ്സിൽ നിറഞ്ഞ മുഖം അതിങ്ങനെ ഒരു ആർട്ടായിട്ട് ചെയ്യാൻ പറ്റിയ വലിയ സന്തോഷം. അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിനത്തിൽ ചെയ്യാൻ പറ്റിയത് അതിലും വലിയ സന്തോഷം. മുമ്പേ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ അത് കറക്റ്റായൊരു ദിവസം ചെയ്യാനെന്തോ തോന്നി, അപ്പോൾ ചെയ്തു. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഒരു സന്തോഷം ലാലേട്ടൻ്റെ പിറന്നാളിന്.